നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കർഷകരുടെ വേഷത്തിൽ നാട്ടുനന്മ നെൽകൃഷി നടത്തി സ്കൂൾ കുട്ടികൾ. ഏഴൂർ MTPS UP സ്കൂളിലെ കുട്ടികളാണ് കർഷകരുടെ വേഷത്തിൽ ഞാറ് നട്ടത്. കുട്ടികൾക്ക് നെൽകൃഷിയെ പറ്റി പഠിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് സീഡിന്റെ സഹകരണത്തോടെ നെൽകൃഷി ഇറക്കിയത്. കോടോതിപ്പാടത്താണ് കൃഷി ഇറക്കിയത്. ഉദ്ഘാടനം ശ്രീമതി AP നസീമ, ചെയർപേഴ്സൺ തിരൂർ മുനിസിപ്പാലിറ്റി നിർവഹിച്ചു. HM സലാം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ മിർഷാദ് പാറയിൽ അധ്യക്ഷം വഹിച്ചു. ഞാർ കൈമാറ്റം മാനേജർ സയ്യിദ് കൈനിക്കര നിർവഹിച്ചു. കൗൺസിലർ സീനത്ത്, TK നഫീസ മുൻ അധ്യാപിക, അലവി സെൻസായി, ഷിൻസിന, ഹമീദ് ക, കൂടെ എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. ഗഫൂർ മാസ്റ്റർ നന്ദി പറഞ്ഞു. ക്ലാസ് മുറിയിൽ നിന്ന് അധ്യയനം ക്ലാസ് മുറിക്ക് വെളിയിൽ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതും പാഠ്യേതര പ്രവർത്തനം അന്വർത്ഥമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു ഉദ്യമം നാം ഈ വർഷം തുടങ്ങിയിട്ടുള്ളത്. ഇതിന് നമ്മുടെ മാതൃഭൂമി സീഡിന്റെയും നമ്മുടെ നാഷണൽ ഗ്രീൻ ക്രോപ്സിന്റെയും എല്ലാം പിന്തുണയോട് കൂടിയാണ് ഈ നടീൽ ഉത്സവം ഇവിടെ നടക്കുന്നത്. കൗൺസിലർ കൂടി ആയിട്ടുള്ള നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള ശ്രീ മിർഷാദ് അവരെ ക്ഷണിക്കുകയാണ്. ഒട്ടേറെ ദിനങ്ങളിലായി, മാസങ്ങളോളമായി MTPS സ്കൂളിലെ അധ്യാപകർ മുഴുവൻ ഈ വെയിലത്തും പാടത്തുമായിട്ട് നിലകൊള്ളുകയാണ്. അവരുടെ അധ്വാനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ശ്രമങ്ങളെ, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവരുടെ ഫീൽഡ് ഔട്ട് വർക്കിനെ അത്രയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട തിരൂർ നഗരസഭ ചെയർപേഴ്സണോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ പാഠ്യവിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങി ഈ നാട്ടിന്റെ നന്മ കൂടി മനസ്സിലാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് കൃഷിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് മാത്രം ശീലമുള്ള കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നു, എന്നും ചോറ് കഴിക്കുന്നുണ്ട്, അരി എവിടെ നിന്ന് ഉണ്ടാകുന്നു, അത് ഉണ്ടാകുന്നത് ഏത് മരാന്ന് ചോദിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അരി ഉണ്ടാകുന്ന മരം ഏതാണ്? അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് വലിയൊരു അനുഭവമാവും. തീർച്ചയായും ജീവിതത്തിൽ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മുടെ ഈ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ ആ ഒരു ആരോഗ്യമുള്ള തലമുറ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിലേക്ക് മാറാൻ നമുക്കുള്ള ഒരു വഴി കൂടിയാണ് സ്വന്തമായി നല്ല വിഷരഹിത പച്ചക്കറികളായാലും. നിങ്ങളൊക്കെ വലിയ കാലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്രയും അധികം രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു നല്ല ഉദ്യമത്തോടു കൂടി മുമ്പോട്ട് വന്ന പ്രിയപ്പെട്ട സലാം മാഷ്, ഗഫൂർ മാഷ് അടക്കമുള്ള അധ്യാപക സുഹൃത്തുക്കൾക്കും ഇതിന്റെ മാനേജ്മെന്റിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
പാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.